നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്നത് അവരനുസരിച്ചാലല്ലേ നമുക്ക് സ്നേഹം ഉണ്ടാവും. അവരനുസരിച്ചില്ലെങ്കിൽ സ്നേഹം കുറയും. പക്ഷെ മക്കളാണല്ലോ എന്നോർത്ത് സഹിക്കും, അല്ലേ? അപ്പൊ ദൈവം നമ്മളോട് ഇടപെടുന്നത് നമ്മൾ ഏറ്റെടുത്ത് അനുസരിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. അപ്പൊ ദൈവദാസൻ എഴുന്നേറ്റിട്ട്, സാധാരണ പാസ്റ്റർമാരാണെങ്കിൽ അത് പ്രസംഗിച്ച വിഷയങ്ങളെ കവർ ചെയ്ത് അതിനെ മൂടി മറയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ ദൈവദാസൻ എഴുന്നേറ്റിട്ട് കേട്ട വചനപ്രകാരം സഭയ്ക്കകത്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു. ഞാൻ ആ യോഗം തീർന്നപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങളാണ് പാസ്റ്റർ, നിങ്ങൾക്ക് ഞാൻ സല്യൂട്ട് തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വേണം. സമാനമായ ഒരു അനുഭവം എനിക്കുണ്ടായത് അടൂരെന്ന് പറഞ്ഞ, കേരളത്തിൽ അടൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്, അവിടെ ബെന്നി പാസ്റ്റർ എന്ന് പറഞ്ഞൊരു ദൈവദാസനുണ്ട്. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ബൈബിൾ ക്ലാസ് എടുത്ത് വളരെ കൃത്യമായി വാക്യവചന സഹിതം ദൈവവചനം വിശ്വാസികളെ പഠിപ്പിച്ചപ്പോൾ ഇതുപോലെ ദൈവദാസൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവം സംസാരിച്ച കാര്യങ്ങൾ കൃത്യമായി സഭ അനുസരിച്ച് മതിയാകൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ഒരു സീൻ ഞാൻ ഇന്നാണ് കണ്ടത്. സന്തോഷമുണ്ട്. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്റെ മുഖത്ത് നോക്കിയല്ല ശുശ്രൂഷിക്കേണ്ടത്, ദൈവമുഖത്ത് നോക്കിയാണ് ശുശ്രൂഷിക്കുന്നത്. ഇവിടെ നന്ദി പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ പോലെ പലപ്പോഴും വിശ്വാസഗോളത്തിൽ, ആത്മീയ ലോകത്തിൽ കാണുന്ന വചനവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടാൽ ഞാൻ പ്രതികരിക്കാറുണ്ട്. നാളെയും പ്രതികരിക്കും, ഇനിയും പ്രതികരിക്കും. കാരണം നമുക്ക് സന്തോഷിപ്പിക്കാനുള്ളത് സഭയും വിശ്വാസികളെ അല്ല, നമ്മളെ വിളിച്ച ദൈവത്തെയാണ് സന്തോഷിപ്പിക്കുക. സത്യവചനം പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ അന്തസാട്ടി തെരുവിലിറങ്ങി നിന്ന് യേശുവിനെ പ്രസംഗിക്കണം. എന്നാലും വചനവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ബൈബിൾ പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, ഒരുപക്ഷെ എന്നേക്കാൾ പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള അഭിഷിക്തന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരോടെല്ലാം നിങ്ങൾ ചോദിച്ചാൽ ഈ പുസ്തകപ്രകാരം ഒരു കാര്യം ഞാൻ ചോദിക്കാം. സഭ എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പന് കീഴടങ്ങിയിരിക്കുന്നതാണ് സഭ. ഇവിടെ അഭിഷിക്തന്മാരോട് പരസ്യമായി ഞാൻ ചോദിക്കുകയാണ്, അല്ലെന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ സ്റ്റേജിലോട്ട് കയറി വരാം. യേശുക്രിസ്തുവിന്റെ സഭ ഭരിക്കപ്പെടുന്നത് ശുശ്രൂഷകനാണ്. പക്ഷെ വേദനയോടെ ഞാൻ പറയട്ടെ, ഇന്നത്തെ നമ്മുടെ സഭകളിൽ ശുശ്രൂഷകൻ എന്ത് പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് സഭയിലെ വേറെ പല പുള്ളികളുമാണ്. മനസ്സിലായോ? അതാണ് ഗതികേട്. സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അത് അതുപോലെ അനുസരിക്കുന്ന ഒരു സഭയുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് ആരെന്നറിയാമോ? നിങ്ങളുടെ നാട്ടിലുണ്ടോ? TPM, ദി പെന്തക്കോസ്റ്റൽ ചർച്ച് ഉണ്ടോ? ഏത് കാര്യത്തിലാണ്? എല്ലാ കാര്യത്തിലും എന്നല്ല ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ. ഏത് കാര്യത്തിൽ? സഭ മൂപ്പന് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്ന സിസ്റ്റം, അത് TPM-ലുണ്ട്. ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, അഡ്വക്കേറ്റ് ആകട്ടെ, ആരോ ആകട്ടെ, ആലയത്തിൽ വന്നാൽ ശുശ്രൂഷകന് കീഴടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കും. യുനോ ഐ ആം ഡോക്ടർ. ഡോക്ടറാണെ വല്ല ക്ലിനിക്കിലും പോയിരടോ, മിണ്ടാതെ അവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായോ? യുനോ ഐ ആം അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് ആണ്, കോടതി പോടോ, മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായോ? TPM-കാരുടെ കൺവെൻഷൻ കഴിഞ്ഞ്
കൺവെൻഷൻ കഴിഞ്ഞ് ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾ ആ പന്തലിലൂടെ ചുമ്മാ ഒന്ന് നടന്നാൽ നിങ്ങൾക്ക് ചില കാഴ്ചകൾ കാണാം. എന്താണെന്നറിയാമോ? പാത്രം കഴുകുന്ന ഡോക്ടറെ കാണാം, ഹല്ലേലൂയ. പായ വിരിക്കുന്ന എഞ്ചിനീയറെ കാണാം, മേശ തുടയ്ക്കുന്ന അഡ്വക്കേറ്റിനെ കാണാം. ആലയത്തിൽ ഒരു പാ വിരിച്ചാലും അത് ശുശ്രൂഷയാണെന്നുള്ള തിരിച്ചറിവുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആലയത്തിനു വേണ്ടി ഒരു കല്ല് മാറ്റിവെച്ചാൽ, ഒരു പാ വിരിച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കൊണ്ടുവച്ചാൽ പോലും അത് ദൈവസന്നിധിയിൽ വിലപ്പെട്ട ശുശ്രൂഷയാണ്. എന്തിന്? ദൈവസഭയുടെ ടോയ്ലറ്റ് കഴുകുന്നതും ഒരു ശുശ്രൂഷയാണ്. ഞാൻ കഴുകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അസോസിയേറ്റ് പാസ്റ്ററായി ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എനിക്ക് 5 മിനിറ്റ് പ്രസംഗിക്കാൻ പുൾപിറ്റ് കിട്ടിയിട്ടില്ല. വിശ്വാസികൾക്ക് പാവിരിക്കുക, മുകളിലെ വാട്ടർ ടാങ്കിൽ വെള്ളം നിറയ്ക്കുക, ടോയ്ലറ്റ് വൃത്തിയാക്കുക, താമസിച്ചു പോകേണ്ട വിശ്വാസികളെ വണ്ടിയിൽ കൊണ്ടുവിടുക. അപ്പോഴൊക്കെ ഞാനിങ്ങനെ പുറകിലിരുന്ന് ചിന്തിക്കും, എപ്പോഴെങ്കിലും ഞാൻ ഇതേപോലെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമായിരിക്കും, എപ്പോഴെങ്കിലും ദൈവം അവസരം തരുമായിരിക്കും എന്നൊക്കെ കൊതിച്ചുകൊണ്ട് ദീർഘനാളുകൾ പായ വിരിച്ച് പുറകിലിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇന്നിവിടെ നിർത്തിയേക്കുന്നത്. കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും പ്രിയപ്പെട്ടവരെ, ദൈവമാർക്കും കടക്കാരനല്ല, ദൈവമാർക്കും കടക്കാരനല്ല. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊന്നും അനുഭവത്തിൽ നിന്ന് പറയാം നഷ്ടമാകത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വചനത്തിലോട്ട് വരട്ടെ. നിങ്ങൾക്കറിയാമോ ഒരു വേദഭാഗം? ശ്രദ്ധിച്ചേ. ദിനവൃത്താന്തം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ചിന്ത കാണാം. ഒന്ന് വായിച്ചേ. ഒന്ന് വായിച്ചു. 1 ദിനവൃത്താന്തം 17 ഒന്ന് വായിച്ചേ. ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത്, ശ്രദ്ധിച്ചേ, ദാവീദ് തന്റെ അരമനയിൽ സുഖമായിട്ട് ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശ്ശീലകൾക്ക് കീഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെയൊക്കെ ചെയ്താലും യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മതി, നിൽക്കട്ടെ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ സുഖമായി ഉറങ്ങുന്ന ദാവീദിന് ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താണ് ദാവീദിന് ഉറങ്ങാൻ പറ്റാത്ത കാര്യം? എന്താണ്? ദാവീദ് കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ യഹോവയുടെ പെട്ടകം കർട്ടന്റെ പിറകിലിരിക്കുന്നു. കർട്ടന്റെ പിറകിൽ ഇരിക്കുന്നു, തിരശീലയ്ക്ക് പിറകിലിരിക്കുന്നു. യഹോവയ്ക്ക് ഒരു ആലയം പണിയണം. ദൈവസഭ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുമ്പോൾ ഞാനിങ്ങനെ സുഖമായ വീട്ടിൽ ജീവിക്കുന്നു, അയ്യോ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ദാവീദിന്റെ അകത്തൊരു വെപ്രാളം. ദൈവത്തിനൊരു ആലയം പണിയണം. നിങ്ങൾ കേട്ടോണേ, ദാവീദിന്റെ ഉള്ളിൽ ഒരാഗ്രഹം, ദൈവത്തിനൊരു ആലയം പണിയണം, പെട്ടകം വെക്കാൻ ഒരു ആലയം പണിയണം. പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അച്ചായന്റെ ആഗ്രഹം വളരെ നല്ല ആഗ്രഹമാണ്, അച്ചായൻ പണിഞ്ഞോ, ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ദാവീദ് സുഖമായിട്ട് ഉറങ്ങി. കേട്ടേ, അന്ന് രാത്രി ആരുടെ ഉറക്കം പോയി? പറ. ദാവീദ് അന്ന് സുഖമായിട്ട് ഉറങ്ങി ദൂത് കേട്ട്. പക്ഷെ ആരുടെ ഉറക്കം പോയി? ദൂത് പറഞ്ഞ നാഥാൻ പ്രവാചകന്റെ ഉറക്കം പോയി. കാരണം അന്ന് രാത്രി യഹോവ പ്രവാചകനോട് ചോദിച്ചു, നിന്നോട് ആരാടാ പറഞ്ഞ പോയി ദൂത് പറയാൻ? എനിക്ക് ആലയം പണിയേണ്ടത് ദാവീദല്ല, നിന്നോട് ആരാ ദൂത് പറയാൻ പറഞ്ഞേ? പോയി മാറ്റി പറയടാന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം നോക്കണം, ദൈവത്തിന്റെ പ്രവാചകന് തെറ്റുപറ്റാം. ഹലോ, ദൈവത്തിന്റെ പ്രവാചകൻ തെറ്റായിട്ട് ദൂത് പറയാം. പക്ഷേ അവൻ ദൈവത്തിന്റെ പ്രവാചകനാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയുന്നത്? ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ അവൻ പോയി തിരുത്തി പറയും. തെറ്റുപറ്റി, ഞാൻ അതെന്റെ മാനുഷിക ബുദ്ധി പറഞ്ഞതാണെന്ന് അവൻ പറയും. നമ്മുടെ നടുവിൽ പ്രവാചകന്മാർക്ക് തെറ്റുപറ്റിയാലും അവരത് സമ്മതിക്കത്തില്ല.
അവർ അതിനെ ന്യായീകരിക്കും. അതാണ് വ്യത്യാസം. നാഥാം പ്രവാചകനോട് പറഞ്ഞു, പോയി മാറ്റി പറയാൻ പറഞ്ഞു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, മാറ്റി പറയുവാൻ ചെന്നപ്പോൾ ഒരു ദൂത് പറഞ്ഞു. എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? എൻ്റെ ജീവിതത്തിൽ എന്നെ എപ്പോഴും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമായോണ്ടാണ് ഞാൻ വായിച്ചേ. ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, എനിക്ക് ആലയം പണിയണ്ടോ നീ അല്ല, പക്ഷേ യഹോവയ്ക്ക് വേണ്ടി ഒരാലയം പണിയണമെന്ന് നിന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരാഗ്രഹം വന്നില്ലേ? ആ ആഗ്രഹം നീ ചെയ്യൊന്നും വേണ്ട, ചെയ്യണ്ട. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടായില്ലേ? അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിനക്കൊരു ഗൃഹം പണിയും. നിങ്ങൾ ആ അധ്യായം വായിച്ചു നോക്കിയാൽ മതി. ആമേൻ. യഹോവ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് ഞാൻ നിന്നോട് അറിയിക്കുന്നു എന്ന് നാഥാം പ്രവാചകൻ പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, കർത്താവിന്റെ ആലയത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ചെയ്തില്ല, ചെയ്യണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ടായപ്പോ കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ വീട് പണിയാൻ പോവാ. മനസ്സിലായോ? നിങ്ങൾ ചെയ്യണ്ട, പക്ഷെ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും. ആലയം ശൂന്യമായി കിടക്കുന്ന കാണുമ്പോൾ അകത്തൊരു പെയിൻ ഉണ്ടായാൽ മതി, ഒരു വേദന ഉണ്ടായാൽ മതി, ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. കൊടുക്കാൻ മനസ്സ് വെച്ചപ്പം ദൈവം വീട് പണിയാൻ തുടങ്ങിയെങ്കിൽ കൊടുത്താലോ? ഞാൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ്, വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് ചാനലുകളിലൊക്കെ കയറി നോക്കിയാൽ കാണാം, ഈ കഴിഞ്ഞ കോവിഡ് കാലത്തെ 2 വർഷത്തിനുള്ളിൽ അനേക സഹോദരങ്ങളെ, പ്രവാസികളെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ട് 21 പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ചയച്ചു. ആമേൻ. നിവർത്തിയില്ലാത്ത അഭിഷിക്തന്മാരുടെ മക്കൾ 10-15ഓളം പേർക്ക് ഭവനം നിർമ്മിച്ചു കൊടുത്തു. 55ഓളം ദൈവദാസന്മാർക്ക് മാസാമാസം സുവിശേഷ വേലയ്ക്കായി 5000 രൂപ വീതം സപ്പോർട്ട് അയപ്പിച്ചു കൊടുത്തു. ഇന്നും ക്യാൻസറും കിഡ്നി പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് പറ്റുന്ന പോലുള്ള സഹായങ്ങൾ പ്രവാസികളിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം പ്രസംഗത്തിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ കൊടുത്ത അനുഗ്രഹം പ്രാപിച്ച ആളാണ് ഞാൻ. ഇന്നുവരെ കൊടുത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നഷ്ടം വന്നിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ആർക്കും കടം കൊടുക്കാനില്ല. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ എടുത്ത തീരുമാനം കടം വാങ്ങത്തില്ലെന്നുള്ളതായിരുന്നു. പട്ടിണി കിടന്നിട്ടുണ്ട്, അരിയില്ലാതിരുന്നിട്ടുണ്ട്. 8 മാസം എൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയം 2 ദിവസം അരിയില്ലാതെ ഞങ്ങൾ കട്ടൻ കാപ്പി മാത്രം കുടിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ട് 2 ദിവസം. അന്ന് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. ഇത്രയും ക്രൂരനായ ഒരു ഭർത്താവാണ്. ഒരു നേരത്തെ ആഹാരം വാങ്ങി കൊടുക്കാൻ ഇല്ലായിരുന്നു. പക്ഷെ അയലത്ത് വീട്ടിൽ പോയി കടം മേടിക്കത്തില്ലെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ദൈവസന്നിധിയിൽ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയിട്ട് ഒരുത്തൻ്റെ അടുത്ത് പോയി കൈ നീട്ടുന്നത് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് കടം മേടിക്കത്തില്ല കർത്താവേ എന്ന് പറഞ്ഞു. അന്ന് ആ 2 ദിവസം പട്ടിണി കിടന്നതല്ലാതെ ഇന്നു വരെ ഒരു ദിവസം പോലും ആഹാരമില്ലാതെ കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നിലനിന്നാൽ മതി, ദൈവം മാനിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ഞാൻ പറഞ്ഞത്, ഇന്നു പകൽ ദൈവം നമ്മെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾ സഭ ഏറ്റെടുത്ത് ശരിയായ നിലയിലേക്ക്, ദൈവം ഇഷ്ടപ്പെടുന്ന നിലയിലേക്ക് സഭ ക്രമീകരിക്കപ്പെടുമ്പോൾ ദേശത്തിൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെല്ലാവരും ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനിടയായി തീരും. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്കൊരു വേദഭാഗം ചിന്തയ്ക്കായി വായിച്ചുകൊണ്ട് ഇന്നലെ പ്രസംഗിച്ച് നിർത്തിയിടത്തു നിന്നും തുടരാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം ഒന്നുറക്കെ വായിക്കാം. 47, അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം മാത്രം വായിച്ചാൽ. സകല ജനത്തിന്റെയും
കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ, അതാണ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. ഒരു ചെറിയ വാക്യമാണ്. ഈ ചെറിയ വാക്യത്തിന്റെ അകത്ത് പ്രധാനപ്പെട്ട 4 പ്രസംഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 4 പ്രസംഗം. 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ പറ്റുന്ന 4 പ്രസംഗങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ ഒന്നാമത്തെ ചിന്ത, സഭയിൽ ദിവസേന ആത്മാക്കൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സഭയെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ കാണുന്ന ഈ കെട്ടിടം മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും നിരവധി ആളുകൾ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാൻ പോയാൽ ഒരു പ്രസംഗമാണ്, അത് ഞാൻ വിടുന്നു. 2, ആരാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നതെന്നാ വായിച്ചത്? ആരാന്നാ വായിച്ചേ? കർത്താവ്. അപ്പൊ സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് ആരാ? കർത്താവാണ്. അതുകൊണ്ട് ഞാൻ ഈ ദേശം കേൾക്ക പറയാം, സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് ആരാ? യേശു കർത്താവാണ്, അല്ലാതെ ഞങ്ങൾ ഉപദേശിമാരല്ല. അതുകൊണ്ട് ഉപദേശിമാരെ തല്ലിയിട്ട് കാര്യമില്ല. ഈ പരിപാടി ചെയ്യുന്ന ആള് കർത്താവാണ്. ഈ പരിപാടി നിൽക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിനിട്ട് തല്ലിക്കോണം. ഉപദേശിയെ തല്ലിയ ഉപദേശി ആശുപത്രിയിലാകും, അടുത്ത ഉപദേശി വരും. ഉപദേശിമാർക്ക് ഒരു കുറവുമില്ല. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പോലെ ഇപ്പൊ ബൈബിൾ കോളേജിൽ നിന്ന് പിള്ളേർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാസ്റ്റർ പോയാൽ അടുത്ത പാസ്റ്റർ വരും. അല്ലാതെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ ഇവിടുത്തെ ഒരെണ്ണന്മാർക്കും പറ്റത്തില്ല. അങ്ങനെ അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിനിട്ട് കൊടുത്തോണം, തിരിച്ചു കിട്ടുന്നതും മേടിച്ചോണം. അപ്പൊ ആത്മാക്കളെ കൊണ്ടുവരുന്ന ആരാ? കർത്താവാ. അല്ലാതെ ഇവിടുത്തെ പാസ്റ്റർ ഇവിടെയുള്ള വീടുകളിലെല്ലാം കയറി ഇവിടെയുള്ള ആളുകളെ എല്ലാം കൂടെ പിടിച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് ഞങ്ങളുടെ ചർച്ചയിൽ വന്നോണമെന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ആരെയും നിർബന്ധിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നൊരു പരിപാടി അല്ല ഇവിടെ നടക്കുന്ന പ്രാർത്ഥന. ഇത് കർത്താവ് ആകർഷിച്ചു കൊണ്ടുവരുന്ന ദൈവജനത്തിന്റെ കൂട്ടമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ഇപ്പൊ 2 ചിന്ത ഞാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് പ്രസംഗിക്കാൻ പോയാൽ അയ്യോ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടുകാരോട് പറയാനുണ്ടെന്നറിയാവോ, ഞാൻ വിടുക. 3, കർത്താവ് ആരെയാ സഭയെ കൊണ്ടുവരുന്നേ? അവിടെ പ്രധാനപ്പെട്ട പോയിന്റ് ആരെയാ കുഞ്ഞേ? രക്ഷിക്കപ്പെടുന്നവരെയാണ് ആര് കൊണ്ടുവരുന്നേ? കർത്താവ് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ ചിലരെ കൊണ്ടുവരും. ശ്രദ്ധിച്ചേ, കർത്താവ് കൊണ്ടുവരുന്ന ആരെയാ? രക്ഷിക്കപ്പെട്ടവർ. പക്ഷെ നമ്മൾ ചിലരെ കൊണ്ടുവരും. ആരെന്നറിയോ? 2 കൂട്ടരുണ്ട് സഭയ്ക്കകത്ത്. സഭയ്ക്കകത്ത് ആരുണ്ട്? 2 കൂട്ടരുണ്ട്. 1, ഇപ്പൊ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടവര്. 2, രക്ഷപ്പെടാൻ വന്നവര്. മനസ്സിലായില്ല? പെന്തക്കോസിൽ പോയാ രക്ഷപ്പെടാം. വേണ്ട, അപ്പുറത്തെ സുമതിയും കുടുംബവും പെന്തിക്കോസിൽ പോയല്ലേ രക്ഷപ്പെട്ടത്. നല്ല വീട് വെച്ചല്ലോ. കൊച്ചു ഗൾഫിൽ പോയി പെങ്കൊച്ചിനെ കെട്ടിച്ചു. ഒരു പെന്തിക്കോസിൽ പോയി രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് കടമുണ്ടോ? നിങ്ങൾ തകർന്നിരിക്കുവാണോ? പെന്തിക്കോസിൽ പോയി രക്ഷപ്പെടും. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി പെന്തിക്കോസിൽ വരുന്ന കുറെ ആളുകളുണ്ട്. അവർ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരുന്നവരാ. കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? പറ. അവര് തിരിച്ചു പോയി അങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് പറയും, ചുമ്മാ ഇതൊക്കെ കള്ളന്മാരാന്നേ, ഇവന്മാരൊന്നിനും കൊള്ളത്തില്ല, പുള്ളിക്ക് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല, അതുകൊണ്ടാ. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവനും ദൈവസഭയിലുണ്ട്, രക്ഷപ്പെടാൻ വന്നവരുണ്ട്. ഈ രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണം പറയാം. അവൻ ദൈവവചനം കേട്ടാൽ ഭയപ്പെടും, ദൈവത്തെ അനുസരിക്കും. ഈ രക്ഷപ്പെടാൻ വന്നവൻ എന്ത് ചെയ്യുന്നറിയാമോ? പാസ്റ്ററുടെ കഴുത്തിന് കയറി പാസ്റ്ററുടെ കഴുത്തിന് കയറി പിടിക്കും. ഇങ്ങനാണോടോ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കുക. കാരണം അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, രക്ഷപ്പെടാൻ വന്നവനാ. ആമേൻ. രക്ഷിക്കപ്പെട്ടവൻ ദൈവവചനത്തിന്റെ മുമ്പാകെ കീഴടങ്ങും. രക്ഷിക്കപ്പെടാത്തവൻ
അകത്തുണ്ടെങ്കിൽ അവൻ സഭയ്ക്കകത്ത് കലഹം ഉണ്ടാക്കും. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ ഉള്ളിലെ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ മരിക്കുന്നവരെ ഒരു പ്രാർത്ഥന ഉണ്ടാവുള്ളൂ. എൻ്റെ കർത്താവേ, ഞാൻ കാരണം ഈ ആലയത്തിൽ നിന്ന് ഒരു കുഞ്ഞു പോലും മാറിപ്പോകാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കും. അവനാണ് രക്ഷിക്കപ്പെട്ടവൻ. സഭയ്ക്കകത്ത് 100 കൂട്ടം കുറ്റങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. ഇല്ലേ? എല്ലാ സഭയിലും ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളില്ലേ? ഉണ്ടോ? അതിനാ നിങ്ങളും ഉണ്ടായിരിക്കുന്നത്? ഇല്ലേ? ഉണ്ട്. തുപ്പൽ ഇഷ്ടമാണോ? ഉണ്ടെന്നില്ല. ഇഷ്ടമാണോ തുപ്പൽ? തമിഴ്നാട്ടിൽ എന്താ പറയുന്നത്? തുപ്പൽ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോന്ന് തുപ്പി വെച്ചിട്ട് കൊള്ളാലോ, ഇഷ്ടമാണോ? അല്ലല്ലോ. ഉറപ്പല്ലേ? എന്നാ ഇറങ്ങി മൊത്തം തുപ്പിയിട്ട് വന്നിരുന്നാ മതി. ചെല്ല്. ഇഷ്ടമല്ലെന്ന് എന്നാ മൊത്തം തുപ്പിയിട്ട് വാ. പറ്റുമോ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇതിനകത്ത് നമ്മൾ കൊണ്ടു നടക്കല്ലേ? ഈ ആലയത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം നമ്മൾ കൊണ്ടു നടക്കുന്നു അല്ലേ? അത് കൊണ്ടു നടക്കുക. തുപ്പല് നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇതിൻ്റെ അകത്തുണ്ട്. കൊണ്ടു നടക്കുക. നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയാത്ത മേഖലകളൊക്കെ ദൈവസഭയ്ക്കകത്തുണ്ട്. പക്ഷെ ചിലത് നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മൾ എങ്ങനെ സ്നേഹിച്ചിട്ട് അത് സഹിക്കുന്നുവോ, അതുപോലെ ദൈവസഭ നമ്മുടെ കുടുംബമാണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആലയത്തിന്റെ അകത്തെ കുറവുകൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അതു നിമിത്തം സഭയ്ക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കണം. ഞാൻ കാരണം ഒരു മനുഷ്യൻ പോലും ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നവനാണ് രക്ഷിക്കപ്പെട്ടവൻ. അല്ലാത്ത കുറെ ജഡീകന്മാരുണ്ട്, കള്ളന്മാര്. അവന്മാർ ഇതിൻ്റെ അകത്തുനിന്ന് പോകുമ്പോൾ 4 എണ്ണത്തെയും കൂടെ പുറത്തോട്ട് പിടിച്ചോണ്ട് പോകാൻ ശ്രമിക്കും. അവനൊന്നും രക്ഷിക്കപ്പെട്ടവനല്ല. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അപ്പൊ അതുകൊണ്ട് കർത്താവ് അകത്തു കൊണ്ടുവരുന്ന ആരെയാ? രക്ഷിക്കപ്പെട്ടവരെ. അവർ സഭയ്ക്കൊരു അനുഗ്രഹമായിരിക്കും. രക്ഷിക്കപ്പെട്ടവരകത്തു വരാം. അവർക്ക് പണം ഉണ്ടാകണമെന്നില്ല. നമ്മളെയൊക്കെ ചിന്ത എന്തെന്നറിയാവോ? എനിക്കറിയാവുന്ന ഒരു ചർച്ചുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന നാട്ടിൽ, കേരളത്തിലൊരു ചർച്ചുണ്ട്. ആ ചർച്ചിലെ വിശ്വാസികൾ ആരെങ്കിലും കാറിൻ്റെ അകത്തൊക്കെ വന്നിറങ്ങിയാൽ പാസ്റ്ററും ഭാര്യയും കൂടെ ഓടി വെളിയിലിറങ്ങി അവിടെ ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് അവരെ അകത്തോട്ട് കൊണ്ടുവരും. അതേസമയം നടന്നു വരുന്ന വിശ്വാസി, ഒരു പുതിയ വിശ്വാസി വന്നാൽ അത്രേ ഉള്ളൂ. മനസ്സിലായോ? സ്തോത്രം. അങ്ങനെയല്ല. ആമേൻ. രക്ഷിക്കപ്പെട്ടവനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ഈ കാറിനകത്ത് വരുന്ന ഒരുത്തം മതി ശാപം മൊത്തം അടിച്ചു കലക്കി ദൂരെ കളയാൻ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആ വരുന്ന ആളിന്റെ വണ്ണോ വലിപ്പോ സാമ്പത്തികമോ അവരുടെ പശ്ചാത്തലം ഒന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾ പ്രാർത്ഥിക്കണം, രക്ഷിക്കപ്പെടാത്തവൻ ഇതിനകത്ത് കയറരുത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെയാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. രക്ഷിക്കപ്പെട്ട 5 സഹോദരന്മാരെ തരണം, രക്ഷിക്കപ്പെട്ട 10 സഹോദരിമാരെ തരണം, രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ തരണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ഈ രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ? പഴയ മനുഷ്യനെ കുഴിച്ചിട്ടവരായിരിക്കണം. ഹല്ലേലൂയ. ആ പഴയ മനുഷ്യനെ ചിലർ സ്നാനപ്പെടുമ്പോൾ പഴയ മനുഷ്യനെ എന്ത് ചെയ്യുക? വെള്ളത്തിൽ കുഴിച്ചിടുക. അപ്പൊ ചിലർ ഒരു കൈ മേളിൽ വെക്കും, പൊക്കി വെക്കും, നനയാതെ. എന്തിനാ? ആ ഇടയ്ക്ക് പാസ്റ്റർക്ക് ഇട്ടൊരു അടി. കൈ സ്നാനപ്പെട്ടില്ലല്ലോ, കൈ പൊക്കി വെക്കുക വെള്ളത്തിൽ, പാസ്റ്റർക്ക് ഇട്ടൊരു അടി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടാത്തവന്റെ ലക്ഷണമാണത്. അപ്പൊ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി അടുത്തത് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ചിന്താ വിഷയം, 4ാമത്തെ ചിന്ത സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ ഏതാണ് ഈ സഭ എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം.
കർത്താവ് ആത്മാക്കളെ കൊണ്ടുവരുന്ന സഭ ഏതാ? അതാ നമ്മുടെ ചിന്താവിഷയം. ഇന്നലെ പ്രസംഗിച്ച് നിർത്തിയിടത്തു നിന്നും ഇന്ന് വായിച്ച വേദഭാഗത്തിൽ നമ്മൾ എത്തുമ്പോൾ പ്രസംഗം തീരും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ശ്രദ്ധിച്ചു, ഇന്നലെ നമ്മൾ ദേശത്തോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ഒരു കുടുംബം ആഹാരം കഴിച്ചപ്പോൾ അവരെ പരിചയപ്പെട്ടു. അവർ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു വരുവാനിടയായി. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും കാലം സൃഷ്ടാവിനെ അറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വേദനയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുന്നത്. സ്തോത്രം. ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, എൻ്റെ ദൈവമേ, കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എവിടെ പോയി വീഴുമായിരുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ അങ്ങ് ജീവിക്കുക. നമ്മളൊക്കെ ദൈവം, ഞങ്ങളുടെ വീട്ടിൽ ദൈവം ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വിശ്വാസമുണ്ട്, ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞങ്ങ് ജീവിക്കുക. പക്ഷെ സത്യദൈവത്തെ നമ്മൾ തിരിച്ചറിയാതെ ജീവിച്ചു. എന്നാൽ പാപമെന്ന് പറയുന്ന ഇരുട്ട് നമ്മുടെ അകത്തു നിന്ന് പുറത്തു പോയി. എപ്പോഴാ? യേശു ക്രിസ്തു എന്ന് പറയുന്ന വെളിച്ചം നമ്മുടെ അകത്തോട്ട് കയറിയപ്പോൾ അകത്തിരുന്ന പാപത്തിന്റെ ഇരുട്ട് പുറത്തു പോയി. 1 രൂപ നാണയത്തൊട്ട് കൊടുക്കാതെ, 1 കിലോമീറ്റർ നടക്കാതെ, 1 മെഴുകുതിരി കത്തിക്കാതെ, 1 പൂജക്രിയ കർമാദി പ്രവർത്തികൾ ചെയ്യാതെ സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. പുറത്തുള്ള ആളുകൾ ചോദിക്കുകയാണ്, ഒരു യേശു മരിച്ചത് കൊണ്ട് ഈ ആയിരക്കണക്കിന് ആളുകൾ എങ്ങനാ രക്ഷപ്പെടുന്നത്? ഹല്ലേലൂയ. ഒരു ചോദ്യമല്ലേ? ഒരു യേശു മരിച്ചത് കൊണ്ട് ഇത്രേ ആളുകൾ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച ഒരു കഥ പറയാം. ഒരു രാജ്യത്ത് സമുദ്രത്തിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു മേൽപ്പാലമുണ്ടായിരുന്നു, റെയിൽവേ പാലം. ഈ റെയിൽവേ പാലം ഏതിന്റെ മുകളിലൂടെ പോകുന്നേ? സമുദ്രത്തിന്റെ മുകളിലൂടെ. ഒരു കാവൽക്കാരനുണ്ട് അവിടെ. എന്തിനാ? സമുദ്രത്തിലൂടെ വലിയ കപ്പൽ വരുമ്പോൾ ഈ കാവൽക്കാരൻ ഒരു യന്ത്രത്തിന്റെ സ്വിച്ച് ഇടും. അപ്പോൾ യന്ത്രം കറങ്ങും. യന്ത്രം കറങ്ങുമ്പോൾ ഈ റെയിൽവേ പാളം ഇങ്ങനെ 2 സൈഡിലേക്ക് ഉയർന്ന് മാറി നിൽക്കും. കപ്പല് അതുവഴി കടന്നു പോകും. ട്രെയിൻ വരുന്ന സിഗ്നൽ കേൾക്കുമ്പോൾ കാവൽക്കാരൻ വീണ്ടും യന്ത്രം ചലിപ്പിക്കുമ്പോൾ ഈ റെയിൽവേ പാളം ഇങ്ങനെ വന്ന് ജോയിന്റ് ആവും. ഇങ്ങനെ ഒരു പാലം ലണ്ടനിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതാണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന അകന്നു മാറുന്ന പാലം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ ഒരു ദിവസം ഈ റെയിൽവേ പാളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയം കാവൽക്കാരൻ തൻ്റെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടൊരു പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഒരേ ഒരു മകനേ ഉള്ളൂ. പന്ത് തട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ട്രെയിൻ വരുന്ന സിഗ്നൽ, ട്രെയിൻ വരുന്നു എന്ന് കേട്ടു. കാവൽക്കാരൻ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, പപ്പ ഇപ്പൊ വരാം, യന്ത്രം ഓൺ ചെയ്തിട്ട് വരാം, മക്കൾ ഇവിടെ ഇരുന്ന് കളിച്ചോ എന്ന് പറഞ്ഞ് പന്ത് അവിടെ വെച്ച് കൊടുത്തിട്ട് പപ്പ യന്ത്രം ഓൺ ചെയ്യാൻ അങ്ങോട്ട് ഓടിപ്പോയി. ഈ കുഞ്ഞിവിടെ ഇരുന്ന് പന്ത് തട്ടിയപ്പോൾ ഈ പന്ത് നേരെ യന്ത്രത്തിന്റെ ചക്രത്തിലോട്ട് പോയി വീണു. ശ്രദ്ധിച്ചേ, ഈ കുഞ്ഞ് ഓടിച്ചെന്ന് പന്തെടുക്കാൻ ആ യന്ത്രത്തിന്റെ അകത്തേക്ക് തലയിട്ടുകൊണ്ട് ഇങ്ങനെ പന്തെടുക്കാൻ നിൽക്കുമ്പോൾ സ്വിച്ച് ഇടാൻ പോയ അപ്പൻ കാണുന്നു, കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്തേക്ക് കൈയിട്ടിരിക്കുന്നു. ട്രെയിൻ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൻ ഒരു നിമിഷം പകച്ചു. ഒറ്റ വഴിയേ ഉള്ള അപ്പന്റെ മുമ്പിൽ, ഒന്നുകിൽ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റാം, പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ സമുദ്രത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് പതിക്കും. അപ്പന്റെ മുമ്പിൽ രണ്ടാമത്തൊരു ചിന്തയുണ്ട്, സ്വന്തം കുഞ്ഞിനെ മറന്നു കളയാം, ആയിരക്കണക്കിന് ആളുകളെ രക്ഷിക്കാം. ഹല്ലേലൂയ. രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. ആ അപ്പൻ യന്ത്രത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അപ്പോ എന്നൊരു വിളിയോടെ ഈ ചോരക്കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്ത് കിടന്ന് ഞെരിഞ്ഞമർന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റിറ്റിറ്റ് വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം.
ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രിയിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കിയാൽ, അപ്പാ എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടോ എന്ന് നിലവിളിച്ചുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രൻ ആമേ ചക്രത്തിന്റെ അകത്ത് പെട്ടതുപോലെ അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവരിയിൽ ഒഴുക്കുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു സന്തോഷമുണ്ട്. ആമേൻ. തന്റെ ഏകജാതനായ പുത്രനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഏറ്റുവാങ്ങേണ്ടുന്ന ശിക്ഷാവിധി, പാപത്തിന്റെ ശമ്പളം മരണം, മരണമെന്ന ശിക്ഷാവിധി സകല മനുഷ്യർക്കും വേണ്ടി യേശു ഏറ്റുവാങ്ങി. ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശുവിനെ കൊന്നു, നിന്നെ രക്ഷിച്ചു. യേശുവിനെ ശിക്ഷിച്ചു, നിന്നെ വെറുതെ വിട്ടു. അതാണ് ക്രൂശിലെ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞെ, ഇനി ഞാനൊരു കഥ പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ എന്തിന് യേശുവിനെ സ്നേഹിക്കണം? പത്രോസിനോട് ചോദിക്കുന്നു, പത്രോസേ നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, ഉണ്ട് കർത്താവേ. യേശു പിന്നെയും ചോദിക്കുക, സത്യം പറ, നീ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഊവ്. ആമേൻ. നിങ്ങൾ എന്തിന് യേശുവിനെ സ്നേഹിക്കണം? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കഥ പറയാം. യേശു എങ്ങനാ പറഞ്ഞേ അല്ലേ? യേശു തന്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് കൊച്ചു കൊച്ചു കഥ പറഞ്ഞു, ഉപമകൾ പറഞ്ഞു. എന്തിനാ? തൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഡിഗ്രി എടുത്ത പണ്ഡിതന്മാരല്ല, പാവപ്പെട്ട മുക്കുവന്മാരാ. അവരോട് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കർത്താവ് സംസാരിച്ചത്. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. ഒരു അപ്പനും അമ്മയും ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുമുണ്ട് ഒരു വീട്ടിൽ. ആ വീടിനൊരു ദിവസം തീ പിടിച്ചു. ശ്രദ്ധിച്ചേ, ആ വീടിനൊരു ദിവസം തീ പിടിച്ചു. പപ്പയും മമ്മയും വെളിയിൽ ഓടിയിറങ്ങി നോക്കിയപ്പോൾ പെൺകുട്ടി ആ മുകളിലത്തെ മുറിയിൽ പെട്ടുപോയി തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആളുകളെല്ലാം ഓടിക്കൂടി അയ്യോ എൻ്റെ മോളെന്ന് പറഞ്ഞ് അപ്പനും അമ്മയും നിലവിളിച്ചുകൊണ്ട് നിൽക്കുക. കുറെ ഓടിക്കൂടിയ ആളുകളിൽ ഒരാൾ പറഞ്ഞു, വെള്ളമൊഴിക്ക് വെള്ളമൊഴിക്ക് വെള്ളമൊഴിക്ക്. കുറച്ചു പേര് പറഞ്ഞു വെള്ളമൊഴിക്ക്. കുറച്ചു പേര് പറഞ്ഞു മണ്ണ് വാരി എറി എന്ന് പറഞ്ഞു. കുറച്ചു പേര് പറഞ്ഞു മണ്ണ് വാരി എറിയും. വേറെ കുറച്ച് ആളുകൾ കൂടിയിട്ട് പറഞ്ഞു ഫയർഫോഴ്സിനെ വിളിക്ക്. കുറച്ചു പേര് കൂടി പറഞ്ഞു ഫയർഫോഴ്സിനെ വിളിക്ക്. വേറെ കുറച്ച് ആളുകൾ കൂടിയിട്ട് കുറേ തത്വങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. തീ പിടിച്ചിരിക്കുക. തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൂടി വന്ന മഹാന്മാരും പണ്ഡിതന്മാരും ഒക്കെ എന്ത് ചെയ്യുക? തത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴതാ ബൈക്കിൻ്റെ അകത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്നു. എന്താന്ന് ചോദിച്ചു. തീ പിടിച്ചു, ഒരു പെൺകുട്ടി അതിനകത്ത് പെട്ടു. ഒന്നും നോക്കിയില്ല, ബൈക്ക് നേരെ ഓടിച്ച് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് ഓടി മുകളിലേക്ക് കയറി ആ പെൺകുട്ടിയെ പിടിച്ച് ജനാലയിലേക്കൂടെ പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വെളിയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കട്ടള തീ പിടിച്ച് അവൻ്റെ തലയിലോട്ട് വീണു. തീ പിടിച്ചു ഉരുണ്ട് വെളിയിൽ വന്നു. പൊക്കിയെടുത്ത ആളുകൾ ആംബുലൻസിലിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ കഴിഞ്ഞു. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച പെൺകുഞ്ഞ് ഇന്ന് വിവാഹപ്രായമായി നിൽക്കുന്ന സുന്ദരിക്കുട്ടിയായിട്ട് നിൽക്കുകയാണ്. അവളുടെ വിവാഹം വന്നു, വിവാഹം നിശ്ചയിച്ചു. ഉടനെ അമ്മ അവളോട് പറഞ്ഞു, മോളെ നിനക്കിന്ന് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകാൻ കാരണം അന്ന് സ്വന്തം പ്രാണനെ മറന്ന് നിന്നെ രക്ഷിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ കാരണമാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടായത്. അതുകൊണ്ട് ആദ്യം കല്യാണം വിളിക്കുന്നത് ആരെ ആയിരിക്കണം? ആ ചെറുക്കനെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അവൾ ഓർത്തു, ശരിയാ മമ്മി, എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് ആ ചേട്ടനെ വിളിക്കണം എന്ന് പറഞ്ഞ് അമ്മയും മോളും ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു അവരിവിടുന്ന് താമസം മാറിപ്പോയി, വേറെ ഏതോ സ്ഥലത്താണെന്ന് പറഞ്ഞു. അവർ വിട്ടില്ല, അന്വേഷിച്ചു. ആരും കാണാതെ, ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ ഒരു ഗ്രാമത്തിൽ അവർ മാറി താമസിക്കുകയാണ്. അവിടെ ചെന്നു, കോളിംഗ് ബെല്ലടിച്ചു. അമ്മ വന്ന് കതക് തുറന്നപ്പോൾ പറഞ്ഞു, ഓർമ്മയുണ്ടോ ഞങ്ങളെ? അമ്മയുടെ മകൻ അന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതാണ്. ഇന്ന് അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. ആ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. അമ്മയുടെ മോനെ ആദ്യം വിളിക്കണമെന്നാ എൻ്റെ മോളുടെ ആഗ്രഹം. ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. സന്തോഷമുണ്ട്, വന്നാട്ടെ എന്ന് പറഞ്ഞു. അകത്തോട്ട് കയറി. ആ പെൺകുട്ടി അകത്ത് കയറിയപ്പോൾ ആ ചുവരുകളിലേക്കൊക്കെ നോക്കിയിട്ട് അവൾ അതിശയിച്ചു പോയി.
എന്തൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ. ഓരോ ഫോട്ടോകൾ, അവനിങ്ങനെ ചരിഞ്ഞും തിരിഞ്ഞും നിൽക്കുന്ന നിരവധി ഫോട്ടോകളുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയിലേക്ക് അവൾ നോക്കിയിട്ട് അവളുടെ ഉള്ളം പറഞ്ഞു, എന്തൊരു സൗന്ദര്യമാ, എന്തൊരു സുന്ദരനാ ഈ ചേട്ടൻ, എന്ത് രസമാ കാണാൻ. അവൾ അങ്ങനെ ഫോട്ടോയിൽ നോക്കി നിൽക്കുമ്പോൾ ആ അമ്മ വിളിച്ചു, മോനെ ദേ നിന്നെ കാണാൻ ദേ ആരാ വന്നിരിക്കുന്നെന്ന് നോക്ക് എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടി ആവേശത്തോടെ മുറിയിലേക്ക് നോക്കുമ്പോൾ അതാ കതക് തുറന്ന് ഒരു രൂപം പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൾ ഞെട്ടിത്തരിച്ച് പുറകോട്ട് മാറി നോക്കിയപ്പോൾ മുഖമെല്ലാം കൂടെ കരിഞ്ഞ് തൊലിയെല്ലാം കൂടെ ചുളുങ്ങി കത്തിക്കരിഞ്ഞ വികൃതമായ ഒരു രൂപവുമായി കണ്ണുകൾ മാത്രം കാണാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്നു. അവൾ പേടിച്ച് പുറകോട്ട് മാറി. ആരാ ഇതെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ ഈ ഇരിക്കുന്ന ഈ ഭിത്തിയിൽ കാണുന്ന എൻ്റെ മോനാ ഈ വരുന്നത്. അന്ന് നിന്നെ രക്ഷിക്കാൻ ആ തീച്ചൂളക്കകത്തോടിക്കേറിയ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇങ്ങനെയാ കിട്ടിയത് എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ, കയ്യിലിരുന്ന കല്യാണ ലെറ്റർ മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് അവൾ ഓടിച്ചെന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഇത്രയും സുന്ദരനായിരുന്ന അങ്ങ് എനിക്ക് വേണ്ടി ഇങ്ങനെ ആയിത്തീർന്നെങ്കിൽ ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി അല്ലാതെ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞതുപോലെ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായ കർത്താവ്, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ. കണ്ടോ, കാൽവരിയിൽ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മാംസ കഷണം പോലെ, ഇറച്ചിക്കടയിലെ കൊളുത്തിൽ ഒരു മാട്ടിനെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി കാൽവരിയിൽ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഞാനും നീയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്, യേശുവേ എനിക്ക് വേണ്ടി അങ്ങ് ഇങ്ങനെ ആയിത്തീർന്നെങ്കിൽ ഇനി ഞാൻ അങ്ങേക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ആയുസിനെ ആർക്കു വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിന്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീണ് കെട്ടിപ്പിടിച്ച് കരയുന്നില്ലെങ്കിൽ നീ എന്തൊരു മനുഷ്യനാണെന്ന് ചിന്തിക്ക. ഇന്ന് രാത്രി നീ എന്തൊരു മനുഷ്യനാണ്. നീ എന്തിന് യേശുവിനെ സ്നേഹിക്കണം? എനിക്കും നിനക്കും പകരമായി കാൽവരിയിൽ അവൻ മരിച്ചതുകൊണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ആരെയാ? അത്ഭുതം ചെയ്യുന്ന യേശു, രോഗം മാറ്റുന്ന യേശു, സൗഖ്യം തരുന്ന യേശു, അടയാളങ്ങൾ ചെയ്യുന്ന യേശു. അതൊക്കെ കാണാനാ നമുക്കിഷ്ടം. അതിനപ്പുറത്ത് ഒരു ക്രൂരതയുടെ ചിത്രമുണ്ട് കാൽവരിയിൽ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്നവൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ, കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസകഷ്ണമായി കാൽവരിയുടെ കൊലക്കളത്തിൽ കിടക്കുന്ന ചിത്രം ഹൃദയത്തിന്റെ കണ്ണു തുറന്നൊന്ന് കണ്ടാൽ നിങ്ങളാരും യേശുവിനെ വിട്ടു പോവുകയില്ല. നിങ്ങളാരും ആ യേശുവിനെ ഉപേക്ഷിച്ച് പോകത്തില്ല. കാരണം എനിക്കും നിനക്കും വേണ്ടി ഒരു തെറ്റും ചെയ്യാത്തവൻ അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി. നിങ്ങൾ പറയും, ഇനി എനിക്ക് ആ യേശു അല്ലാതെ മറ്റൊരു മണവാളനില്ല. അതുകൊണ്ടാ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം. എന്റെ പ്രിയപ്പെട്ടവരെ, നിശ്ചയം കഴിഞ്ഞവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോ? എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? കല്യാണത്തിന് വേണ്ടി ഈ സഭയിലുണ്ടോ? നിശ്ചയം, വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണത്തിന് വേണ്ടി ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയുടെ പപ്പയോടും മമ്മിയോടും നിങ്ങൾ ചോദിക്കണം, മോളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു അല്ലേ? ആ കഴിഞ്ഞു. ആ എങ്ങനുണ്ട് അവള്? ആ അവള് സുഖമായിട്ടിരിക്കുന്നു. ആ പിന്നെ ഫോൺ ബില്ല് കൂടുതലാ. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ കല്യാണം വരെ ഫോൺ ബില്ല് കൂടുതലാ. എന്താ കാര്യം? പിന്നെ ഇവക്ക് ഉറക്കം ഇല്ല. ഇവള് പാതിരാത്രി 12 മണിക്ക് 1 മണിക്കും ഒക്കെ ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ആരോടാ? തന്റെ അച്ചാച്ചനോട്, തന്റെ മണവാളനോട്. പപ്പയും മമ്മിയും പറയും, എടി മതിയടി, കുറച്ചു നേരം ഉറങ്ങടി. അവക്ക് സംസാരിക്കണം. ഇനി അവളുടെ മുമ്പിൽ കൂടെ മമ്മൂട്ടി പോയാലും മോഹൻലാൽ പോയാലും രജനീകാന്ത് പോയാലും അവക്ക് വിഷയമില്ല.
അവക്കിനി സംസാരിക്കാൻ ഒരുത്തനേ ഉള്ളൂ, അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മണവാളനോട്. ഇന്ന് രാവിലെ ദൈവസഭയ്ക്ക് വേണ്ടി ക്രിസ്തു എന്ന ഏക പുരുഷനുമായി നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഇനി സംസാരിക്കാൻ ഒന്നേ ഉള്ളൂ, അത് കർത്താവിനോട്. ഇനി കേൾക്കാൻ ഒരുത്തന്റെ ശബ്ദമേ ഉള്ളൂ, അത് യേശുവിന്റെ ശബ്ദമാ. എനിക്ക് കർത്താവിനോട് സംസാരിക്കണം, യേശുവിനോട് സംസാരിക്കണം, യേശു പറയുന്നത് കേൾക്കണം, അവന്റെ അരികിലിരിക്കണം, അവനോട് ചേർന്നിരിക്കണം. അവനാണ് എൻ്റെ മണവാളൻ. ഇനി അവന്റെ സ്നേഹത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തെ കവരുവാൻ ആർക്കും കഴിയില്ലെന്ന് പറയുന്നവന്റെ പേരാണ് രക്ഷിക്കപ്പെട്ടവൻ. അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൊതിയേറുന്നേ. നമ്മൾ പാടത്തില്ലേ? അരികിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാ, താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. അങ്ങനെയാ സ്നേഹം വരുന്നേ, അപ്പോഴാ സ്നേഹം കൂടുന്നേ. അല്ലാതെ നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ എവിടെ പോന്നു? പള്ളിയിൽ പോന്നു, പള്ളിയിൽ വന്നു, പാട്ടുപാടി, പ്രസംഗം കേട്ടു, എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആ ശരി, ഇനി അടുത്ത വാഷർ വരും, അടുത്ത പ്രസംഗം കേൾക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അതിനപ്പുറത്ത് ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കാനിടയാകണം. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും അവനോടൊന്ന് ചേർന്നിരിക്കാൻ കൊതിയാകണം. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും അവനോടൊന്ന് സംസാരിക്കാൻ കൊതിയാകണം. ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പറയട്ടെ സത്യസന്ധമായി, ഈ ദൈവം ലൈവായി സംസാരിക്കുന്നത്, മിണ്ടുന്നത് കാതിൽ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നാലും നിങ്ങൾ യേശുവിനെ വിട്ടു പോവില്ല. പലരും അത് കേട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. ദൈവം സംസാരിക്കുമെന്ന് പറയുമ്പോൾ പലർക്കും ആ അനുഭവം ഇല്ല. ഞാൻ വിശ്വാസത്തിൽ വന്ന കാലം, ഞാൻ ചർച്ചിൽ ചെല്ലുമ്പോൾ അവിടെ സാക്ഷ്യം പറയുന്നവരൊക്കെ പറയും, ദൈവം എന്നോട് സംസാരിച്ചു, അടുത്ത ആഴ്ച ഉപവാസം ഇരിക്കണമെന്ന് ദൈവം സംസാരിച്ചു, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഓ ദൈവം അങ്ങ് സംസാരിക്കും. ദൈവം ഇപ്പൊ വന്ന് പറയാം, ആ ഹലോ ഗുഡ് മോർണിംഗ്, ആ ഞാൻ ദൈവമാണ്, ആ ഇങ്ങനെയൊക്കെ സംസാരിക്കും. ചുമ്മാ പറയുന്ന ഇവരൊക്കെ ദൈവം സംസാരിച്ചു അങ്ങനൊക്കെ വരുമോ? ഇവരുടെ മനസ്സിന്റെ തോന്നലായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ ചിന്തയിലുണ്ടായിരുന്നത്. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരായിരുന്ന രണ്ട് സഹോദരന്മാരുണ്ട്. അവർ ഹിന്ദു പശ്ചാത്തലത്തിലുള്ളവരാണ് എൻ്റെ കൂട്ടുകാർ. അപ്പൊ ഞങ്ങളുടെ ജോലി എന്താ? ഇതുപോലുള്ള സന്ധ്യാസമയത്ത് ജംഗ്ഷനുകളിൽ ഒത്തുകൂടും, പിന്നെ പോക്കറ്റിലുള്ള ഷെയറൊക്കെ എടുത്തിട്ട് ഒരു കുപ്പിയൊക്കെ മേടിക്കും. അന്ന് ഞാൻ അമ്പലപ്പറമ്പിൽ ഗാനമേളയ്ക്ക് പാടാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്ത. ഇപ്പോഴും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനോട്. അന്ന് ഞാൻ ഗാനമേളയ്ക്ക് ഉത്സവപ്പറമ്പുകളിൽ പാടി നടക്കുന്ന സമയമാണ്. അപ്പൊ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടി പിരിവിട്ട് കുപ്പിയെടുക്കും. മദ്യം കുപ്പിയെടുത്ത് ഈ പണി നടക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിരുന്ന് വട്ടം കൂടിയിരുന്ന് പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ചു വെച്ചിട്ട് എല്ലാവരും കൂടെ കുപ്പിയൊക്കെ പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേളയൊക്കെ അങ്ങനെ നടത്തുന്നൊരു രംഗമാണ് അന്നത്തെ കാലം. അങ്ങനെ കൂട്ടുകാരുമായി അടിച്ചു പൊളിച്ച് നടന്നൊരു കാലത്തിൽ നിന്ന് ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു. അപ്പൊ എൻ്റെ കൂട്ടുകാർക്കെല്ലാം അത്ഭുതം, ഇവൻ എന്താ ഇങ്ങനെ പോയത്. അപ്പൊ ഞാൻ ഈ കൂട്ടുകാരിൽ എൻ്റെ ഏറ്റവും അടുത്ത രണ്ട് സ്നേഹിതരുണ്ട്, ഹിന്ദു പിള്ളേരാണ്. ഞാൻ അവന്മാരോട് വീട്ടിൽ ചെന്ന് സുവിശേഷം പറയും. ഞാൻ പറയാം, എടാ ചർച്ചിൽ വരണം. അവന്മാർ എന്നെ ചീത്ത വിളിക്കും, പള്ളു വിളിക്കും, ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കും. അപ്പൊ ഇവരെത്ര ചീത്ത വിളിച്ചാലും ഞാനിങ്ങനെ മിണ്ടാതെ ഇരിക്കും. അപ്പൊ സാധാരണ ഇവർ ഒരു ചീത്ത വിളിച്ചാൽ ഞാൻ 9 എണ്ണം തിരിച്ച് പറയുന്ന ആളാ. പക്ഷേ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറയാതിരിക്കുന്ന കണ്ടപ്പോൾ ഇവർക്ക് അത്ഭുതമായി. ചേട്ടാ ഇവൻ ഇത് തന്നെ പറ്റിയത്. ഞാൻ പറഞ്ഞു, എനിക്കെന്താ പറ്റിയതെന്ന് അറിയാനെങ്കിലും നിങ്ങളൊന്ന് ചർച്ച് വരാൻ പറഞ്ഞു. അവസാനം അവന്മാർ പറഞ്ഞു, ആ ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയെന്ന് അറിയണമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരാഴ്ച ചർച്ചിൽ വന്നു. ചർച്ചിൽ വന്നപ്പം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞു വന്ന മറ്റുള്ള ഒത്തിരി വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇവരുടെ ചുറ്റും വട്ടം കൂടിയിട്ട്
ഓരോരുത്തരുടെ അനുഭവങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. നിങ്ങൾ കേട്ടോ? ചർച്ചിൽ പുതുതായിട്ടൊരാൾ വന്നാൽ ആരാധന കഴിഞ്ഞ് എല്ലാവരും എക്സ്പ്രസ് പോലെ പോകരുതെന്ന്. ആമേൻ. അവൻ്റെ അടുക്ക നിന്നൊരു 10 മിനിറ്റ് സംസാരിച്ച് ഒന്ന് ബലപ്പെടുത്തി, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ, ധൈര്യമായിട്ട് നിൽക്കണം കേട്ടോ, ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ച ഒന്ന് വരാനൊരു സന്തോഷം ഉണ്ടാവും. ഈ പുറകെ വന്നിരുന്നിട്ട് ആരും മൈൻഡ് ചെയ്യാതെ ഇറങ്ങി പോകുമ്പോൾ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു പ്രേരണ പോലും ഉണ്ടാകത്തില്ല. എന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു. ആമേൻ. അപ്പൊ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാർക്കൊരു സന്തോഷം. അവർ അടുത്ത ആഴ്ചയും പ്രാർത്ഥനയ്ക്ക് വന്നു, പിറ്റത്തെ ആഴ്ചയും പ്രാർത്ഥനയ്ക്ക് വന്നു. 4 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടു. 7ാമത്തെ ആഴ്ച അവര് സ്നാനത്തിന് തയ്യാറായി, സ്നാനപ്പെട്ടു വീട്ടിലോട്ട് ചെന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ആവേശം. യേശുവിനെ അറിഞ്ഞതിൻ്റെ സന്തോഷം. ഒരു ചെറിയ അബദ്ധം കാണിച്ചു. വീട്ടിലോട്ട് കയറി ചെന്ന സന്തോഷത്തിൽ അകത്തിരുന്ന ദൈവങ്ങളെ എല്ലാം കൂടെ എടുത്ത് വെളിയിലോട്ട് എറിഞ്ഞ് അങ്ങ് പൊട്ടിച്ചു. ആവേശം കൊണ്ട്. അപ്പൊ പരിസരത്തുള്ള ആളുകളൊക്കെ അപ്പോഴാണ് അറിയുന്നത്, അയ്യോ ഇവരെന്താ കാണിക്കുന്നെന്ന്. അപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, ഷമീർ എന്ന് പറഞ്ഞവൻ ഇവരെ എവിടെ കൊണ്ടുപോയി? ചർച്ചിൽ കൊണ്ടുപോയി. അപ്പം ഞാൻ നോട്ടപ്പുള്ളിയായി. ഞാൻ ഇത് വല്ലോ അറിയുന്നുണ്ടോ? അന്ന് മൊബൈൽ സംവിധാനമൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് അംബാനി 501 രൂപയ്ക്ക് ഒരു കൊമ്പുള്ള ഫോണൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓർമ്മയുണ്ടോ? റിലയൻസിൻ്റെ ഒരു നീല ആ സമയമാണ്. അന്ന് എല്ലാവരുടെയും കയ്യിലൊന്നും ഫോണില്ല. ഞാനിതൊന്നും അറിയുന്നുമില്ല. ഞാൻ ഒരു ദിവസം പതിവ് പോലെ ബൈക്ക് ഓടിച്ച് നേരെ ഇവന്മാരുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ വഴിയരികിൽ വെച്ച് എന്നെ പിടിച്ചു. ഒരു കൂട്ടം ആളുകൾ പിടിച്ചു. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അകത്ത് പിടിച്ചു. കൈ രണ്ടും കെട്ടിയിട്ടു. ഒരുത്തൻ ഓടി വന്നു, ഒറ്റ കിട്ടി. വായിൽ മുഴുവൻ ബ്ലഡായി. ഇടികൊണ്ടു, വായ മുറിഞ്ഞു. വെള്ളം വന്ന് അടിച്ചു. ഞാനിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ആ അടി കൊണ്ട് പോസ്റ്റിൽ ഇങ്ങനെ കിടക്കും. ഇടിവെട്ടുന്ന പോലൊരു ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങി. 1000 നിന്റെ വശത്തും 10,000 നിന്റെ വലത്തുവശത്തും വീഴും, എങ്കിലും അത് നിന്റെ അടുക്കൽ വരികയില്ല. ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു. സ്തോത്രം. ആ ശബ്ദം എൻ്റെ കാതിൽ പതിച്ചത് മാത്രം എനിക്കറിയാം. ഞാൻ ബലപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, കൊല്ലുന്നെങ്കിൽ കൊല്ല്, പോയിട്ട് വേറെ പണിയുണ്ട്. അവൻ ധൈര്യപ്പെട്ടു. എനിക്ക് അപ്പോഴറിയില്ല ഈ ശബ്ദം എവിടുന്നാണെന്ന്. തിരിഞ്ഞും മറിഞ്ഞും നോക്കി ആരെയും കാണുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാർ വിവരമറിഞ്ഞ് ഓടി വന്നു. അവരുടെ വീട്ടിൻ്റെ ഏരിയയിലായി സംഭവം. അവരോടി വന്നു, എൻ്റെ കെട്ടഴിച്ചു, പാസ്റ്റർ പോയിക്കോ, ഈ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നാൽ ആർക്കാടാ കുഴപ്പമൊന്നും ചോദിച്ച് പയ്യന്മാർ രംഗത്ത് വന്നു. ഞാൻ പെട്ടെന്ന് ബൈക്കെടുത്ത് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു സഭയിൽ ഇതുപോലെ ആരാധനയ്ക്ക് കസേരയിൽ ഇരിക്കുകയാണ്. അന്ന് പാസ്റ്റർ എഴുന്നേറ്റു, സങ്കീർത്തനം നമുക്കൊരുമിച്ച് സങ്കീർത്തനം വായിക്കാമെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്നു. ഞാനും ബൈബിള് തുറന്നു. 91-ാം സങ്കീർത്തനം വായിക്കാമെന്ന് പറഞ്ഞു. വായിച്ചു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. വാക്യപ്രതിവാക്യമായി ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അവിടെ കിടക്കുന്നു, 1000 നിന്റെ വശത്തും 10,000 നിന്റെ വലത്തുവശത്തും വീഴും, എങ്കിലും അത് നിന്റെ അടുക്കൽ വരികയില്ല. അപ്പോഴാണ് ഞാൻ ഭയപ്പെട്ടത്, പേടിച്ചു പോയി. ആമേൻ. അന്നേരമായി എനിക്ക് മനസ്സിലാകുന്നത് എന്നോട് സംസാരിച്ച ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു എന്നുള്ളത്. അതിനുശേഷം ഞാൻ പലവട്ടം കൊതിച്ചിട്ടുണ്ട്, കർത്താവെ ഒന്നുകൂടെ സംസാരിക്കോ, ഒന്നുകൂടെ കേൾക്കാൻ പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ദൈവം സംസാരിക്കുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊന്നാലും നിങ്ങൾ യേശുവിനെ വിട്ടു പോകത്തില്ല. അത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ട് യേശുവിനെ സ്നേഹിക്കണം?
എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി എനിക്കും നിനക്കും പകരമായി യേശു ക്രൂശിൽ ഏറ്റുവാങ്ങി. സർവ മനുഷ്യന്റെയും പാപത്തിന്റെ ശമ്പളം മരണം, അത് യേശു ഏറ്റുവാങ്ങി. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നു, 3 ആണി കൊണ്ട്, അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല ഈ മേൽപ്പുറത്ത്. 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിന് വേണ്ടി പാടാൻ ഇങ്ങനെ ഒരു കൊയർ ടീം ഇവിടെ ഇരിക്കത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഇവിടെ ഒരു കൺവെൻഷൻ യോഗം നടത്തത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും കുരിശുമലയിലും പരുമലയിലും ഒന്നും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കലല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, ലോകത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലോകത്തിലെ സകല മഹാന്മാരുടെ കല്ലറകളും അടഞ്ഞു കിടക്കുന്നു. ഇന്നും ലോകത്തിൽ ദൈവമാണെന്ന് പറഞ്ഞ് അവതാരമെടുത്ത സകല എണ്ണത്തിന്റെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ, അതാ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ പച്ചമണ്ണിൽ ഒരൊറ്റ കബറിടം മാത്രം ഇന്നും തുറക്കപ്പെട്ട് കിടക്കുന്നു. സകലമാന കല്ലറകളിലും അവർ ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നു എന്നെഴുതിയിരിക്കുമ്പോൾ, അതാ തുറക്കപ്പെട്ട കല്ലറവാതിക്കൽ എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്ന യേശു മരണം കൊണ്ട് അവസാനിച്ചു പോയ ഒരു ജീവിയല്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവമത്രേ. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ളതിനല്ലേ കേൾക്കാൻ പറ്റൂ, ജീവനുള്ളതിനല്ലേ കാണാൻ പറ്റൂ, ജീവനുള്ളതിനല്ലേ സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് യേശു ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഷമീർ അബ്ദുൽ സലാം എന്ന ഞാൻ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നത് യേശു ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ 8:45 യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. അയ്യോ, എനിക്ക് എന്തൊരു സന്തോഷം. യേശു ഇപ്പോഴും 8:45 ജീവിക്കുന്നെന്നാണ് നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത്, അല്ലേ? സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, കേരളത്തിൽ പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയേലിരിക്കുക. പലരുടെയും വീട്ടിൽ യേശു ചത്ത് ഭിത്തിയേലിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നു യേശു ഇന്നും? സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്, സന്തോഷം. നിങ്ങളൊന്ന് ചിന്തിച്ച്, നമ്മുടെ സ്റ്റാൻലി ചായൻ ഇവിടെ ഇരിപ്പുണ്ട്. സ്റ്റാൻലി ചായൻ ജീവനോടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ എങ്ങനെ ജീവനോടെ, എങ്ങനെ ജീവനോടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ആര്? നമ്മുടെ സ്റ്റാൻലി ചായൻ. അപ്പൊ സ്റ്റാൻലി ചായൻ ഒരു മകൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മകൻ സ്റ്റാൻലി ചായന്റെ നല്ലൊരു ഫോട്ടോ എടുത്ത് നേരെ മതിലെ കൊണ്ട് ആണി അടിച്ചു വെച്ചു. പുള്ളി അവിടെ ജീവനോടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാൻലി ചായന്റെ മകൻ ഫോട്ടോ എടുത്ത് മതിലെ കൊണ്ട് ആണി അടിച്ചു വെച്ചു. എന്നിട്ട് കടയിൽ പോയൊരു നല്ല പൂമാല മേടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കൂടത്ത് അങ്ങ് ഇട്ടു.
എന്നിട്ട് ഒരു മെഴുകുതിരിയും കത്തിച്ച് അതിൻ്റെ മുമ്പിൽ വെച്ചു. കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ ഇട്ടു. എന്നിട്ട് ഈ മോൻ, അപ്പൻ അവിടെ ജീവനോടിരിക്കുമ്പോൾ മോൻ ഫോട്ടോയുടെ അടുത്ത് വന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, പ്രിയപ്പെട്ട പപ്പായെ, പ്രിയപ്പെട്ട പപ്പായെ, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ടു വരുമ്പോൾ ടീച്ചർ എൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, പപ്പ നാളെ കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ടു ചെല്ലണമെന്ന്. ആകയാൽ നാളെ പകൽ കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. എങ്ങനുണ്ട് സ്റ്റാൻലി ചായ? സന്തോഷമാണോ? ഇത് കേൾക്കുന്ന സ്റ്റാൻലി എന്ന് പറയുന്ന അപ്പന്റെ ഹൃദയം സന്തോഷിക്കുവാണോ? പറ. നിങ്ങളുടെയൊക്കെ മക്കൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷമാണോ? സ്റ്റാൻലി ചായൻ ഒരു വടിയെടുത്ത് അവനിട്ട് ഒറ്റ അടി വെച്ചു കൊടുത്തിട്ട് ചോദിക്കും, എന്നാടാ ഈ കാണിക്കുന്നത്? ജീവനോടെ കസേലയിലിരിക്കുന്ന എന്നെ എടുത്ത് ഭിത്തിയെ കയറ്റി വെച്ചേച്ച് 100 രൂപ തരാനും ഓർഡറാന്ന് പറയും അല്ലേ? ഈ ലോകത്തിലെ അപ്പന്റെ ഹൃദയം വേദനിച്ചെങ്കിൽ, ഈ ലോകത്തിലെ അപ്പന്റെ ചങ്ക് പിടഞ്ഞെങ്കിൽ, എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ജീവനുള്ളവനായ യേശുക്രിസ്തുവിനെ മരിച്ചവനെ പോലെ ഭിത്തിയേലാക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്ക് അയ്യോ കഷ്ടം. വേദപുസ്തകം പറയുന്നു, നീ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. പലരുടെയും വീട്ടിൽ യേശു മരിച്ചു ഭിത്തിയേലാണി അടിച്ചിരിക്കുമ്പോൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുവാൻ തയ്യാറായ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആമേൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ മഹത്വവും വലത്തുഭാഗത്ത് ജീവനോടെ നിൽക്കുന്ന യേശുക്രിസ്തുവിനെയും കണ്ടു എന്ന് എഴുതി വച്ചിരിക്കുമ്പോൾ, യേശുവിനെ മരിച്ചവനെ പോലെ ആക്കി വച്ചിരിക്കുന്ന നിനക്കയ്യോ കഷ്ടം. ഹല്ലേലൂയ. അവൻ മരിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ഇനി 1-2 ഗൗരവമുള്ള ചിന്തകൾ പറയാനുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റു 40ഓളം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയം വന്നപ്പോൾ ശിഷ്യന്മാർക്കൊരു അന്ത്യ കൽപ്പന കൊടുത്തു. ആര്? മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ കൽപ്പന. വായിക്കാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ കൽപ്പന ഉറക്കെ വായിക്കാം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ശ്രദ്ധിച്ചേ, നിങ്ങൾ പുറപ്പെട്ടു പോയി ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണമെന്ന് ആരുടെ കൽപ്പന? പറ. എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് ഭൂലോകത്തിൽ സകലരോടും സുവിശേഷം അറിയിക്കണമെന്ന്. അതുകൊണ്ടാണ് മേൽപ്പുറത്തുകാരെ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യണ്ട എന്ന ഏതെങ്കിലും അണ്ണന്മാര് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മേൽപ്പുറത്ത് ഈ ശബ്ദം കേൾക്കുന്ന അണ്ണന്മാരെല്ലാം കേട്ടോണം. ഇവിടുത്തെ ഏത് അണ്ണന്മാര് പറഞ്ഞാലും സുവിശേഷം അറിയിക്കുന്ന പരിപാടി ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഞങ്ങൾക്ക് മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആരോടും ദേഷ്യമുള്ളത് കൊണ്ടല്ല, ആരോടും പിണക്കമുള്ളത് കൊണ്ടല്ല, വാശിയുടെ പുറത്ത് ചെയ്യുന്നതല്ല. ഇത് ദൈവത്തിന്റെ കൽപ്പനയായതുകൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും വന്ന് ഓലപ്പാമ്പ് കാണിച്ചിട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മനസ്സിൻ്റെ അകത്ത് ഇരുന്നാൽ മതി. ഇന്നലെ പറഞ്ഞ പോലെ
വരട്ടലും വിളച്ചിലും ഒന്നും ഇങ്ങോട്ടും എടുക്കണ്ട എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ്. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. ഇനി മേൽപ്പുറത്തുകാർക്ക് സുവിശേഷം കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേലിൽ ഇങ്ങനൊരു യോഗം ഇവിടെ നടത്തത്തില്ല. അതിനെന്ത് വേണം? മേൽപ്പുറത്ത് ആരെങ്കിലും വന്നിട്ട് പറയണം, പാസ്റ്ററെ, നിങ്ങളുടെ സുവിശേഷം കേട്ട് എൻ്റെ മോൻ കുടിയനായി, നിങ്ങളുടെ സുവിശേഷം കേട്ടത് മുതൽ എൻ്റെ ഭർത്താവ് കഞ്ചാവ് അടിക്കാൻ തുടങ്ങി, നിങ്ങളുടെ സുവിശേഷം കേട്ടിട്ട് എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ എന്തെങ്കിലും ദോഷം ആർക്കെങ്കിലും സുവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനം ഇനി ഇവിടെ നടത്തത്തില്ല. പകരം സുവിശേഷം ആർക്കും ഒരു ദോഷവും ഇന്ന് വരെ വരുത്തിയിട്ടില്ല. പകരം ഇന്നലെ വരെ കള്ളു കുടിച്ചും കഞ്ചാവടിച്ചും അപ്പനും അമ്മയ്ക്കും തലവേദനയായി ജീവിച്ച അനേകം ചെറുപ്പക്കാരെ നാട്ടിനും വീട്ടിനും കൊള്ളാവുന്ന മക്കളാക്കി, നല്ല ഭർത്താവാക്കി, നല്ല ഭാര്യയാക്കി, നല്ല ചെറുപ്പക്കാരാക്കി നാടിനും വീടിനും തിരിച്ചു കൊടുത്ത പുണ്യം പുണ്യം പുണ്യമാണ് സുവിശേഷം. ഈ സുവിശേഷം നാടിന് അനുഗ്രഹമാണ്. ഈ സുവിശേഷം നാട്ടിലെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമാണ്. കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്ന ചെറുപ്പക്കാരെ നന്മയിലേക്ക് നയിക്കുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. ഇന്ന് വരെയും മേൽപ്പുറത്തുകാർക്ക് സുവിശേഷം ഒരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ ആകെയുള്ളൊരു പരാതി ശബ്ദം കൂടുതലാണെന്നാണ്. എന്താണ്? നിങ്ങളുടെ ശബ്ദം ഇച്ചിരി കൂടുതലാണെന്നാണ് പലരുടെയും പരാതി. അതത്ര വലിയ പരാതി ഒന്നും അല്ല. കാരണം ഇതിനേക്കാൾ അധികം ശബ്ദം ഇവിടെ മാർച്ച് മാസത്തിൽ ഞങ്ങൾ കാണുന്നതാണ്, അല്ലേ? 50,000 ബോക്സും കെട്ടിവെച്ച് ടക്കട്ടക്കട്ട അടിക്കുന്നത് അതിൻ്റെ പേരും ശബ്ദമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ശബ്ദമൊന്നും പറഞ്ഞൊന്നും ഇവിടെ ആരും അങ്ങനെയുള്ള പരിപാടിയൊന്നും വരണ്ട. എല്ലാവർക്കും ഇവിടുത്തെ നിയമം ഒരുപോലാണ്. ആമേൻ. ഇവിടെ പെന്തക്കോസുകാർക്ക് ഇച്ചിരി കുറവും മറ്റുള്ളവർക്ക് ഇച്ചിരി കൂടുതലൊന്നൊന്നുമില്ല. ഇവിടെ ജനാധിപത്യമാണ്. എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ശബ്ദത്തിന് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെ അനുവാദം എടുത്താണ് സുവിശേഷ യോഗങ്ങൾ നടത്തുന്നത്. പിന്നെ ആലയത്തിൻ്റെ അകത്ത് ശബ്ദം വെക്കുന്നതിന് നിയമ അനുമതിയുടെ ആവശ്യമില്ല. പുറത്തോട്ട് ബോക്സ് വെക്കരുതെന്നാണ് നിയമം പറയുന്നത്. അങ്ങനെ വെക്കണമെങ്കിൽ അനുവാദം മേടിക്കണം. അത് മേടിച്ചിട്ടേ ദൈവദാസന്മാർ യോഗം നടത്താറുള്ളൂ. പിന്നെ കോമ്പൗണ്ടിൻ്റെ അകത്താണെങ്കിൽ ഇതുപോലൊക്കെ വെച്ച് നടത്തും. അകത്ത് വന്ന് കേൾക്കേണ്ടവർക്ക് കേൾക്കാം. പുറത്തുള്ളവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെവിയിൽ പഞ്ഞി വെക്കാം. അല്ലെങ്കിൽ സീരിയലോ സിനിമയോ വെച്ചിട്ട് സൗണ്ട് കൂട്ടി അങ്ങ് വെച്ചാൽ മതി. ഇത് അവിടെ കേൾക്കത്തില്ല. അതിൻ്റെ അപ്പുറത്ത് ഒരു ദോഷവും സുവിശേഷം നാടിന് ചെയ്തിട്ടില്ല, ചെയ്യത്തില്ല. സുവിശേഷം ദേശത്തിന് അനുഗ്രഹമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഈ കസേരയിൽ ഇരിക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കും. നല്ല തണ്ടും തടിയും ആരോഗ്യവും മസിലും ഒക്കെ ഉള്ള നല്ല ഇറച്ചിയുള്ള ടീമുകളായിരിക്കുന്നു, അല്ലേ? കണ്ടില്ലേ? ഇവരൊക്കെ സുവിശേഷ നിമിത്തമല്ലേ കുഞ്ഞാടുകളെ പോലെ ഇവിടെ ഇരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇതൊക്കെ ആരാ പുള്ളി? കൊള്ളാം. ഈ സുവിശേഷം അകത്ത് കയറിയോണ്ടാണ് ആട്ടുംകുട്ടിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ ആരാ ഐറ്റം? കള്ളും കുടിച്ച് ഇവരൊക്കെ റോഡിലോട്ട് ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെല്ലാം നന്നാക്കിയ സന്ദേശമാണ് സുവിശേഷം. കുടുംബങ്ങളിൽ സമാധാനം തരുന്ന സന്ദേശമാണ് സുവിശേഷം. മക്കൾക്ക് കൊള്ളാവുന്ന അപ്പന്മാരെ തരുന്നതാണ് സുവിശേഷം. ഭാര്യയ്ക്ക് കൊള്ളാവുന്നവനായി ഭർത്താവിനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം. ഭർത്താവിന് കൊള്ളാവുന്ന നല്ല ഭാര്യയായി സഹോദരിമാരെ രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം. അങ്ങനെ ദേശത്തിന് നന്മ വിതറുന്നതാണ് സുവിശേഷം. ഈ സുവിശേഷം ലോകമൊക്കെയും അറിയിക്കുവാൻ യേശു ക്രിസ്തു കൽപ്പിച്ചു. തീർന്നില്ല. ഈ കൽപ്പന കൊടുത്തതിന് ശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുവാനായി യേശു ശിഷ്യന്മാരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ് രൂപാന്തരപ്പെട്ടു പോയപ്പോൾ അതാ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്നു. എന്നിട്ട്
ആകാശത്തോട്ട് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കി ദൂതന്മാർ ഒരു വാചകം വിളിച്ചു പറഞ്ഞു. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ മേൽപ്പുറത്തോട് ഉച്ചത്തിൽ വിളംബരം ചെയ്യുന്നു. യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ അടുത്ത സമയത്ത് സെക്കുലർ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് ആ വാർത്ത? സൂര്യന്റെ ഒരു കഷണം ഇളകി ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഭൂമിയിൽ വന്ന് പതിക്കുമോ, ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്താ ചാനലുകളിൽ ചർച്ചകൾ നടക്കുന്നു. നാസ പുറത്തുവിട്ട വാർത്തയാണ്. ഇത് കേട്ടപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ വെപ്രാളപ്പെട്ട് പറയുക, അയ്യോ ഭൂമിയിലെങ്ങാനും വന്ന് വീഴുവോ, ലോകം അവസാനിക്കുവോ എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾ കുലുക്കമില്ലാതെ പറയും, ഇപ്പൊ ലോകം അവസാനിക്കത്തില്ല. പിന്നെന്താ ഇതൊക്കെ സംഭവിക്കുന്നത്? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അന്നാളിൽ ആകാശത്തിനും ഭൂമിക്കും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നോർത്തുകൊണ്ട് ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. അപ്പോൾ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ ആകാശമണ്ഡലങ്ങളിൽ വെളിപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണും. ഈ അടയാളങ്ങളൊക്കെ ചുറ്റും നടക്കുമ്പോൾ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു വെളിപ്പെടാൻ സമയമായി, യേശു വീണ്ടും വരുവാൻ സമയമായി. ഈ ലോകത്തെ ഭരിക്കുവാൻ യേശു ക്രിസ്തു എന്ന രാജാവ് ലോകത്തിലേക്ക് എഴുന്നള്ളി വരുവാനുള്ള സമയം ഇതാ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് മേൽപ്പുറം ദേശമേ മാനസാന്തരപ്പെടുവീ. ഹല്ലേലൂയ. യേശു മടങ്ങി വരും. ഈ വാർത്ത കേട്ടിട്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തു? താഴോട്ട് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1:11 താഴോട്ട്. അവർ യെരൂശലേമിന് സമീപത്ത്, ശിഷ്യന്മാർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ ഒലിവുമലയിൽ എങ്ങോട്ട് പോയി? പറ. യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? പറ. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ശ്രദ്ധിച്ചോ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും. ആരോട്? യേശുവിന്റെ അമ്മയായ മറിയോടും. അതെന്തിനാ വായിച്ചത്? നിങ്ങൾ അമ്മയില്ലാത്തവരല്ലേ? ആര്? പെന്തക്കോസുകാർ അമ്മയില്ലാത്തവരല്ലേ? പിന്നെന്തിനാ നിങ്ങൾ അമ്മയുടെ പേര് വായിച്ചത്? പെന്തക്കോസ്തുകാർക്ക് അമ്മയില്ലെന്നാണ് പുറത്ത് ചില നാട്ടുകാർ പറയുന്നത്. പെന്തിക്കോസുകാർക്ക് അമ്മയുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ തെളിയിക്കാൻ പോവാ. കേട്ടോണം. മാളിക മുറിയിലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ വായിച്ചത് എല്ലാവരും കേട്ടോ. പത്രോസ് ലീഹ, തോമാസ് ലീഹ, യൂദാസ് ലീഹ, യേശുവിന്റെ അമ്മയായ മറിയ, അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ടു പ്രാർത്ഥന കഴിച്ചു പോന്നു. ഓക്കെ, അവര് മാളിക മുറി കയറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അടുത്തേക്ക് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നു എന്നാണോ? ആണോ? പെന്തക്കോസ്തുകാർ വന്നെന്നാണോ? അങ്ങനെ ഒരു കാറും ഇല്ല. പെന്തക്കോസ്തുകാർ, മാർത്തോമാക്കാർ, CSI കാർ,
യാക്കോബ കാർ, അങ്ങനെയുള്ള കാറുകളൊന്നുമില്ല. പെന്തക്കോസ്ത് നാൾ വന്നു. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ഒരു മതമല്ല, ഒരു ദിവസത്തെ അനുഭവമാണ്. പെന്തക്കോസ്ത് നാൾ, 50-ാം പെരുന്നാൾ, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നു. പെരുന്നാൾ വന്നപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു? തെങ്ങിന്റെ മുകളിൽ കയറി ഓലമടലും വെട്ടി ഓലക്കാലും പിടിച്ചോണ്ട് റോഡിൽ കൂടെ നടന്നെന്നാണോ? അല്ല. പെരുന്നാൾ വന്നപ്പോ അവരെന്ത് ചെയ്തു? വായിച്ചേ. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോഴോ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓക്കെ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. കേട്ടെ, എല്ലാവരും, പത്രോസ്ലീഹ, തോമാസ്ലീഹ, യൂദാസ്ലീഹ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ചോദ്യം: ഈ അന്യഭാഷയിൽ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്ത് വിളിക്കുന്നത്? പറ, ഉറക്കെ പറ. പെന്തക്കോസ്. അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ പെന്തക്കോസുകാരിയാണ് മറിയ. പിടികിട്ടിയ? ഒന്നാമത്തെ പെന്തക്കോസുകാരനാണ് പത്രോസ്ലീഹ. ഒന്നാമത്തെ പെന്തക്കോസുകാരനാണ് യൂദാസ്ലീഹ. അവരൊക്കെ അന്യഭാഷ പറഞ്ഞതിന് ശേഷമാണ് ഈ പാവപ്പെട്ട ഞങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത്, അല്ലേ? അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങൾ അമ്മയില്ലാത്തവരാന്ന് പറഞ്ഞാൽ തൻ്റെ ഇടത്തോടെ പറയണം, നിങ്ങളുടെ പള്ളിയിൽ ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞു. മനസ്സിലായോ? ആമേൻ. പിടികിട്ടിയോ? അതുകൊണ്ട് നമ്മൾ അമ്മ ഇല്ലാത്തവരല്ല. ഒന്നാം തരം പെന്തക്കോസുകാരിയാ മറിയ. അന്യഭാഷ പറയുന്ന കേട്ടാ? അങ്ങനെ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആര്? പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരൊറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, ഒന്നൂടെ, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരൊറ്റ പ്രസംഗം കേട്ടവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഇവര് പറ, എന്തുകൊണ്ടു? എല്ലാവരും ഉറക്കെ പറ. നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? പറ, വാ തുറന്ന് പറ. നിങ്ങളുടെ ആരുടെങ്കിലും ബൈബിളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് കൂടി നിന്നവർക്കൊക്കെ ഇക്കിളി കൊണ്ടു, അവരെല്ലാം കൂടെ ചിരിച്ചു, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, ആത്മാവിന്റെ നിറവിൽ ഒറ്റ പ്രസംഗം കേട്ടവന്റെ ചങ്കത്ത് കുത്തുകൊണ്ടു. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു കയറുന്ന ജീവന്റെ വചനം ആകത്തോട്ട് ചെന്ന് കയറിയപ്പോൾ പലതിൻ്റെയും ചങ്കത്ത് കുത്തുകൊണ്ടു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി പത്രോസിന്റെ കൊങ്ങായിക്ക് പിടിച്ചോ. പിന്നെ എന്താ ചെയ്ത? പറ. പത്രോസിനോടും ശേഷ അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. കുത്തുകൊണ്ടവര് മാനസാന്തരപ്പെടാൻ വന്നു. മനസ്സിലായോ? നമ്മുടെയൊക്കെ ചർച്ചിലാണെങ്കിലോ പാസ്റ്റർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ചർച്ചിൽ ചിലർക്ക് എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. അന്ന് കുത്തുകൊണ്ടവർ മാനസാന്തരപ്പെട്ടു. ഇന്ന് കുത്തുകൊണ്ടവരോ നേരെ 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 വീട്ടിൽ ചെന്നിട്ട് ഫോൺ എടുക്കും. തോമസേ, ഇന്ന് ചർച്ചയിൽ വന്നായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പുള്ളിക്കാരൻ പ്രസംഗിച്ചത് കേട്ടോ? ഞാൻ കേട്ടു. നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത്? ഇതാരെയാ പറഞ്ഞെന്നൊക്കെ നമുക്കറിയാം. അടുത്ത കമ്മിറ്റി വിളിക്കണം. ഇയാളെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്നാൽ എന്നെ ആരും മിണ്ടാത്തെ? ആമേൻ, ആമേൻ. ദൈവദാസന്മാരെന്ത് പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് കമ്മിറ്റി അല്ലടോ, പരിശുദ്ധാത്മാവാണ്.
അതുകൊണ്ട് നിന്റെ കമ്മറ്റിക്കളിയും കസേരകളിയൊക്കെ അടച്ചു പൂട്ടി മര്യാദയ്ക്ക് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടിരുന്നോണം. സഭയെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. കുത്തുകൊണ്ടു 100 പേരിരിക്കുന്ന സഭയിൽ 75 പേർക്ക് കൊണ്ടില്ല കുത്ത്. 25 പേർക്കാ കൊണ്ടത് കുത്ത്. അയനാ നിന്റെ അകത്ത് സൂത്രം ഇരിക്കുന്നുണ്ടാ നിനക്ക് കുത്തുകൊണ്ടത്. ബാക്കി 75 പേർക്കും കൊണ്ടില്ലല്ലോ. അപ്പൊ നീ ഉപദേശിയുടെ കഴുത്തിന് പിടിക്കാതെ നീ സൂത്രം കളഞ്ഞ് മാനസാന്തരപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരൊറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കത്തുള്ളൂ. കർത്താവേ, മറഞ്ഞിരിക്കുന്ന കുറവുകളെ ഒന്ന് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ വിടാനുണ്ടെങ്കിൽ, എൻ്റെ ബുദ്ധിയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും അഹങ്കാരം എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമേ, എന്നെ ഒന്ന് ക്രമീകരിക്കണമേ, ദൈവ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് ഈ ഒരു ദൈവവൈതൽ പ്രാർത്ഥിക്കുന്നത്. ഒരു ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കുത്തുന്നെങ്കിൽ ദൈവം ഇന്ന് എന്നോട് സംസാരിച്ചെന്ന് ഏറ്റെടുത്ത് മാനസാന്തരപ്പെടുന്നതാണ് ഒരു ഭക്തന്റെ ലക്ഷണം. മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. കുത്തുകൊണ്ടവരെല്ലാം കൂടെ ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചങ്കത്ത് കുത്തുകൊണ്ടു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട് വായിക്കാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇന്ന് രാത്രി മേൽപ്പുറത്തുകാരോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, ഒരു പുണ്യകർമ്മ ക്രിയാദികളില്ല, ഒരു യാഗപൂജ വഴിപാടുകളില്ല. ഒരൊറ്റ കാര്യം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവീൻ, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. അതാണ് സുവിശേഷം. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. പെന്തിക്കോസിൽ ചേരാനല്ല, മതം മാറാനല്ല, പേര് മാറാനല്ല, സർട്ടിഫിക്കറ്റ് തിരുത്താനല്ല, പാപമോചനം ലഭിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. അടുത്ത വാക്ക്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. ഹല്ലേലൂയ! ഇക്കിളിപ്പെടുത്തുന്ന പ്രസംഗമല്ല, സന്തോഷിപ്പിക്കുന്ന പ്രസംഗമല്ല, കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000 പേര് രംഗത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങളുടെ ചങ്കത്ത് കുത്തുകൊണ്ടു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ! 3000 എണ്ണം സ്നാനപ്പെടാൻ രംഗത്ത് വന്നു. അടുത്ത വാക്ക്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവർ അപ്പോസ്തല ഉപദേശം കേട്ടു. കൂട്ടായ്മ ആചരിച്ചു. അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു, സഭ. അതിന്റെ 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാണ് നമ്മൾ വായിച്ച കുറിവാക്യം. പുസ്തകം അടയ്ക്കാം. എന്താണ് സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, സ്നാനപ്പെട്ടവരുടെ കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, കൂട്ടായ്മ ആചരിക്കുന്ന കൂട്ടം, അപ്പം നുറുക്കുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. അത് പുഴവക്കത്ത് കൂടിയാലും, മരച്ചുവട്ടി കൂടിയാലും, ടെറസിന്റെ മുകളിൽ കൂടിയാലും, ചന്ത മൈതാനത്ത് കൂടിയാലും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് വേദപുസ്തകം പറയുന്ന സഭ. ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ പറയപ്പെട്ട സഭയെ ചേർക്കുവാനാണ് യേശു വീണ്ടും വരാൻ പോകുന്നത്. നീ ഈ സഭയ്ക്കകത്തുണ്ടോ? ഈ കെട്ടിടത്തിലുണ്ടോ എന്നല്ല എൻ്റെ ചോദ്യം. രക്ഷിക്കപ്പെട്ട കൂട്ടത്തിലുണ്ടോ? സ്നാനപ്പെട്ട കൂട്ടത്തിലുണ്ടോ? ആത്മനിറവ് പ്രാപിച്ച കൂട്ടത്തിലുണ്ടോ?
ഉപദേശമുള്ള കൂട്ടത്തിലുണ്ടോ? കൂട്ടായ്മ ആചരിക്കുന്നുണ്ടോ? അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്നുണ്ടോ? വേർപാടും വിശുദ്ധിയും പാലിക്കുന്നുണ്ടോ? നിന്നെ കൊണ്ടുപോകാൻ യേശു വീണ്ടും വെളിപ്പെടാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു വിശ്വാസിയായി, ഭക്തനായി, ദൈവകൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയും വേർപാടും പാലിച്ച് കർത്താവിൻ്റെ കാഹളനാദത്തിനായി കാതോർത്തുകൊണ്ട് ആവലോടെ കർത്താവിനെ കാത്തിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വീണ്ടും വരുന്നു. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ചേ. ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഒരു വരി തെറ്റിപ്പോയി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും അടുത്ത പ്രസംഗത്തിൽ ശരിയാക്കാം. ഇന്ന് കുഞ്ഞുങ്ങൾ പാടിയപ്പോൾ ഒരു പാട്ടിൻ്റെ വരി തെറ്റിപ്പോയി എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവർ പറയും അടുത്ത പ്രാവശ്യം പാടുമ്പോൾ ശരിയാക്കാം. കാഹളനാദത്തിങ്കൽ കൈവിടപ്പെട്ടു പോയാൽ യേശുവേ ഒന്നുകൂടെ വരണേ എന്ന് പറയുന്നൊരവസരമില്ല. കൈവിടപ്പെട്ടു പോയാൽ പിന്നെ നിനക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. കർത്താവിന് വരവിന് വേണ്ടി വിശുദ്ധിയിലും വേർപാടിലും ഒരുങ്ങി ജീവിക്കാം. കാഹളനാദത്തിങ്കൽ എടുക്കപ്പെടുവാൻ ഈ ശബ്ദം കേട്ട എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടെ ഒരു ഗാനം പാടി ആരാധിച്ച് നമുക്ക് കടന്നു പോകുവാനിടയാകട്ടെ.